വിശുദ്ധനായ പ്രവാചകൻ വന്നു രക്ഷയുടെ കവാടമായി ജീർണതകൾക്കെതിരെ ജിഹാദ് മുടക്കാനും ജീർണകളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ രണ്ടാമത്തെ മാർഗം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതക്രമം ഏതാണോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതചര്യ ഏതാണോ, അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുക. പക്ഷേ നമ്മെ സമത്തോളം പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ പറയുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള പ്രേമം നമ്മൾ പറയുമ്പോഴും تعسي الرسول وأنت تطلب حبه فيا لعمري في الخصال بديع لو كان حبك صادقا لا تهته إن المحب لمن يحب مطيع تعسي الرسول وأنت تطلب حبه. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണോ ചെയ്തത് അതിന്റെ നേർ വിപരീതമായിട്ടാണ് നീ ജീവിക്കുക. പക്ഷേ നീ പറയുന്നു അന്ത തത്ലുബു ഹുബ്ബഹു, അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമുണ്ടെന്ന് നീ പറയുകയും ചെയ്യുന്നു. പക്ഷേ നിന്റെ ജീവിതമാണെങ്കിലോ പ്രവാചക ജീവിതത്തിന് വിപരീതമായ ദിശയിലാ. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലാ തഹ്തഹു, നീ പറയുന്ന പ്രവാചകനെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മത്തിയോ, ആരെയാണോ സ്നേഹിക്കുന്നത് അയാളുടെ പാത തന്നെയാ സ്നേഹിക്കപ്പെടുന്നവനും പിന്തുടരുക. ആരെയാണോ നമ്മൾ റോൾ മോഡലാക്കുക അതേപോലെയാണ് നമ്മൾ അവരെയാണ് നമ്മൾ പിൻപറ്റുക. നാം ആരെ റോൾ മോഡലാക്കുന്നു അതേപോലെയാണ് നാം ജീവിക്കുക. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എങ്ങനെയാ? ബഹുമാനപ്പെട്ട അല്ലാമാ നദ്വി സാഹിബ് ചോദിച്ചതുപോലെ അയ്യുഹൽ മുസ്ലിമൂനോ, മുസ്ലിമീങ്ങള്, ഓ മുസ്ലിമീങ്ങള്, നിങ്ങളുടെ ജീവിതം എന്താ? മറാക്കിബുക്കും കാറൂനിയ, നിങ്ങളുടെ വാഹനങ്ങളോ കാറൂനിന്റെ വാഹനങ്ങൾ പോലെ ആഡംബര വാഹനങ്ങളാ. വബുയൂതുക്കും കിസ്റവിയ, നിങ്ങളുടെ വീടുകളോ കിസ്റ രാജാവിന്റെ കൊട്ടാരങ്ങൾക്ക് സമാനമായ വീടുകളാ. മാത്രമോ വബുയൂതുക്കും കൈസരിയ, നിങ്ങൾ താമസിക്കുന്നത് കൈസറിന്റെ കോട്ടകൊത്തളങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന കോട്ടകളാ. മാത്രമോ വമനാഹിബുക്കും ശൈത്താനിയ, നിങ്ങളുടെ ചിന്തകൾ ശൈത്താന്റെ ചിന്തകളാ. വഅഫ്ആലുക്കും ജാഹിലിയ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ജാഹിലിയ കാലഘട്ടത്തെക്കാൾ അതപ്പതിച്ച പ്രവർത്തനങ്ങളാ. വഅഫ്കാറുക്കും ഫിർഔനിയ, നിങ്ങളുടെ ചിന്തകളോ ഫിർഔന്റെ ചിന്തകളാ. വലിയവനെന്ന ഭാവമാ നിങ്ങളുടെ മനസ്സിൽ. ഫഅയ്ന ശരീഅത്തു മുഹമ്മദിയ, അള്ളാന്റെ പ്രവാചകന്റെ ശരീഅത്ത് എവിടെ പോയി സഹോദരങ്ങളെ? സ്വർഗത്തിലേക്ക് പച്ചപ്പരവതാനി വിരിച്ചതെന്ന് പ്രവാചകന്റെ പാത എവിടെ പോയി? നമ്മുടെ വീടുകൾ എന്തോ ആഡംബരങ്ങളുടെ വീടുകളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ മസ്ജിദുൻ നബവിയിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തുള്ള തന്റെ വീട്ടിൽ കിടന്നിറങ്ങുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിൽ സലാം പറഞ്ഞു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അള്ളാന്റെ പ്രവാചകനോട് സലാം പറയുമ്പോ കിടന്നുറങ്ങിയ പ്രവാചകൻ എഴുന്നേൽക്കുന്നു. ഉമറിനെ കണ്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് നോക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ കിടന്നുറങ്ങുന്നത് വെറും ഈത്തപ്പന മരത്തിന്റെ ഒരു ഓലയിലാ കിടന്നുറങ്ങുക. ഈത്തപ്പഴത്തിന്റെ കുരു കൊണ്ട് നിറച്ചൊരു തലയിണയും അടുത്തുണ്ട്, ഒരു വെള്ളത്തിന്റെ കൂജയും അടുത്തുണ്ട്, പാത്രമുണ്ട്. അല്ലാതെ മറ്റൊന്നും പ്രവാചകന്റെ വീട്ടിലില്ല. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് നോക്കുമ്പോ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമിയിലതാ കിടന്നുറങ്ങിയ ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ അടയാളം കാണുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണുകൾ അറിയാതെ സജലങ്ങളായി പോയി. പ്രവാചകന്റെ റിസാലത്തിന്റെ ശരീരത്തിലൂടെ തന്റെ കരമിങ്ങനെ അടയാളങ്ങളിലൂടെ തലോടിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു വികാരാധീനനായി ചോദിച്ചു പോവുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരത്തിന്റെ സർവാധിപതികളായ തമ്പുരാക്കന്മാര് അവര് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലിൽ കിടന്നിറങ്ങുമ്പോ, സ്വർണ്ണ ചഷകങ്ങളിൽ അവര് പാനം ചെയ്യുമ്പോ, അന്തപുരത്തിന്റെ തോടിമാർ അവർക്ക് വെഞ്ചാമരം വീശിക്കൊടുക്കുമ്പോ, അവർ ഉന്നതമായ പട്ടുമെത്തകളിൽ ശയനം നയിക്കുമ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട ഹബീബായ അങ്ങീത്തപ്പന മരത്തിന്റെ മടലിൽ കിടന്നിറങ്ങുന്ന നബിയെ, ആ ഈത്തപ്പന മരത്തിന്റെ
അടയാളം അങ്ങയുടെ റിസാലത്തിന്റെ ശരീരത്ത് പതിയുന്നത് കണ്ടിട്ട് ഉമറിന് സഹിക്കാൻ കഴിയുന്നില്ല നബിയെ എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഉമറേ, നിനക്ക് ദുനിയാവിന്റെ ആഡംബരങ്ങളാണോ അതല്ല ആഖിറത്തിന്റെ സുഖമാണോ നിനക്ക് വേണ്ടത്? അള്ളാഹു ദുനിയാവിൽ എന്തൊക്കെ കൊടുത്താലും നാളെ ആഖിറത്തിന്റെ വെഞ്ചാമനം വീശുന്ന ഹൂറിലിങ്ങൾ നമുക്കല്ലേ, സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സ്വർഗത്തിലെ കട്ടില് നമുക്കല്ലേ എന്ന് ഉമറിനെ സാന്ത്വനപ്പെടുത്തുമ്പോ അള്ളാന്റെ തിരുദൂതരെ, അങ്ങ് കിടന്നുറങ്ങിയത് ഈത്തപ്പന മരത്തിന്റെ മടലിലല്ലയോ നബിയെ? അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് ശയിച്ച കട്ടില് ഈത്തപ്പന മരത്തിന്റെ മടലല്ലയോ നബിയെ? നഫസീല് ഹേ നമഹൽ സറാ तेरी फर्श है वही बुरिया, तेरी जिस्म पाक पीक कुबा वही तार तार है जाबदा, तेरी ज़ादगी तेरी कमाल है, सल्लू अलैहि व आलिही, सल्लू अलैहि व आलिही, नफसील है नमहल फरा, तेरी फर्श है वही बुरिया, नफसील है। ആ പ്രവാചകൻ കടന്നിറങ്ങിയത് ഒരു കുടിലിന് പോലുമല്ല, നമഹൽ സറ പ്രവാചകൻ ഒരു കോട്ടകളുമില്ല, തെരി ഫർശ് ഹേ വഹീ ബൂരിയാ, ഓ നബിയെ അങ്ങ് കിടന്നിറങ്ങിയത് ഈ തെപ്പന മരത്തിന്റെ മടലിലല്ലയോ നബിയെ? അങ്ങയുടെ കിടപ്പറ ഈ തെപ്പന മരത്തിന്റെ മടലല്ലയോ നബിയെ? ആ പ്രവാചകന്റെ സുന്നത്ത് അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഈ മലയാളക്കരയിലെ ഏറ്റവും ചെലവുള്ള വീടാരുടേതാ? ഈ മലയാളക്കരയിലെ കേരള സംസ്ഥാനത്തിലെ കോടികൾ ചെലവഴിച്ച ഈ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ വീടിന്റെ ഉടമയാരാ? ഈ പ്രവാചകന്റെ അനുയായികൾപ്പെട്ട ഒരു മനുഷ്യരല്ലേ, പേര് ഞാൻ പറയുന്നില്ല. ആ പ്രവാചകൻ കൊളുത്തി തന്ന ലാളിത്യത്തിന്റെ പ്രതീകം എവിടെ പോയി? പ്രവാചകൻ കൊളുത്തി തന്ന ആ എളിമയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ എവിടെ പോയി? ആ പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ പ്രകാശം എന്ത് എന്റെയും നിന്റെയും ജീവിതത്തിന്റെ വെളിച്ചമാകുന്നില്ല? रोशनी तुझको खत्म पयंबरी, तुझको पैद सिवा कोई वो यकीम किसी की मजाल है, सल्लू अलैहि व आलिही, सल्लू अलैहि व आलिही, पर बहर में तेरी रोशनी तुझको खत्म पयंबरी, तुझको पैद सिवा कोई. ആ പ്രവാചകൻ കൊളുത്തി തന്ന വെളിച്ചം അള്ളാന്റെ പ്രവാചകൻ ഈ ലാളിത്യത്തോടെ ജീവിക്കുമ്പോ കോട്ട കൊത്തളങ്ങളിൽ കിടന്നുറങ്ങുന്ന ശീതീകരിച്ച റൂമിലേക്ക് ഒരു കൊതുകിന് പോലും കടന്നു വരാത്ത രീതിയിൽ ശീതീകരിച്ച കോൺക്രീറ്റിന്റെ സൗധങ്ങളിൽ കടന്നുറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തിയുറങ്ങാൻ കഴിയാറ് അനേകായിരങ്ങൾ വിറക് കൊള്ളികളെ പോലെ കടത്തിണ്ണകളിൽ വിറങ്ങലിച്ച് കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, നിങ്ങൾ കിടന്നുറങ്ങുന്നത് ഏത് വേട്ടിയ കോൺക്രീറ്റ് സൗധങ്ങളിലാ? റിക്ഷാവണ്ടി വലിച്ച് വലിച്ച് തളർന്ന് ചുമ ബാധിച്ചിട്ട് സ്വന്തം ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പൊററിഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട പെമ്മക്കളെ കെട്ടിക്കാൻ പള്ളിക്കോലാകളിൽ തുണി വിരിക്കുന്ന ആയിരക്കണക്കിന് പിതാക്കന്മാര് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ ആ വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന ഉത്തമ സമുദായത്തിന്റെ പ്രിയപ്പെട്ട അംഗങ്ങള്, വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, ഫൈന ശരീഅത്ത് മുഹമ്മദിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എവിടെ? എനിക്കും നിങ്ങൾക്കും സ്വർഗ്ഗത്തിൽ പോണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്ക, കദം കദം സുന്നത്തേ റസൂൽ പർ ചലോ, ഓരോ കാലടിയും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്ക. ഇതിലാ ദലീല അല തരീഖി ഇലല്ലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ, ഇതിലാ ദലീല അല തരീഖി ഇലല്ലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ. അല്ലാഹുവിനെ അറിയാനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്താനും ആ പ്രവാചകനെ അനുധാവനം ചെയ്യാതല്ലാതെ മറ്റൊന്നുമില്ല. സ്വന്തം മക്കളെ 100 പവൻ വെച്ച് കെട്ടിച്ചു വിടാനും വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കളിക്കാനും ഈ സമൂഹം കാണിക്കുന്ന വ്യഗ്രത. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് എവിടെ പോയി? ഫാത്തിമത്തു സഹറ എന്ന പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ കൊടുത്ത സ്ത്രീധനം എത്രയാ, മഹർ എത്രയാ, പ്രവാചകൻ കൊടുത്ത വീടിന്റെ ഏക്കർ എത്രയാ? നമ്മുടെ മുന്നിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീർണതകൾക്കെതിരെ ജിഹാദ് മുടക്കുമ്പോൾ വിവാഹത്തിന്റെ സദസ്സുകളിൽ നടത്തപ്പെടുന്ന ധൂർത്തിന്റെയും ആർഭാടത്തിന്റെയും അനാവശ്യത്തിന്റെയും അതിര് കവിയുടെയും ഏറ്റവും
ഏറ്റവും വലിയ ജീർണതകൾ ഈ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാന്റെ പ്രവാചകൻ ഈത്തപ്പന മരത്തിന്റെ മടലിൽ കടന്നുറങ്ങുമ്പോഴും ഈ പ്രവാചകന്റെ അനുയായിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചെലവുള്ള വീടിന്റെ ഉടമ, അല്ലേ? കേരള സംസ്ഥാനത്തിലെ 40 കോടി രൂപ വെച്ച് മുടക്കിയ വീടിന്റെ ഉടമയാരാ? ഉത്തമ സമുദായത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആള്. പേരൊന്നും ഞാൻ പറയുന്നില്ല.